ഹലോ ഗുഡൻ ടാക്ക് വെൽക്കം ഓഫ് മൈ കനാൽ വെൽക്കം ടു മൈ ചാനൽ ഈസി ജർമൻ ഇൻ മലയാളം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സമയത്തെക്കുറിച്ച് ടൈമിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. എങ്ങനെ നമുക്ക് സമയം പറയാം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ജർമ്മനിയിലാണെങ്കിൽ രണ്ട് രീതിയിലാണ് പൊതുവെ സമയം പറയുക. ഒന്ന് ഫോർമലും മറ്റൊന്ന് ഇൻഫോർമലും. പക്ഷെ ഞാനിവിടെ കണ്ടേക്കുന്നത് കൂടുതലും ഫോർമൽ രീതിയിൽ പറഞ്ഞാണ്. ഇൻഫോർമൽ രീതിയിൽ അങ്ങനെ അധികം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. വളരെ റെയറായിട്ട് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പം ഞാനിതിൽ ഫസ്റ്റ് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതിന് ശേഷം ഇൻഫോർമലും പിന്നെ ഫോർമലുമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ ഹൗ ടു ആസ്ക് അബൌട്ട് ടൈം. ഇപ്പം നമ്മൾ ഒരാളോട് നമുക്ക് എങ്ങനെ സമയം ചോദിക്കാം. സൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് സൈറ്റിൻ്റെ ആർട്ടിക്കിൾ ഡി ആണ്, ഫെമിനിൻ. DIE അതാണ് ഞാൻ ഷോർട്ടാക്കി എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഡി സൈറ്റ് മീൻസ് ടൈം, സൈറ്റ് മീൻസ് ക്ലോക്ക് ടൈമിങ്. ഓക്കെ, സോ സമയം എത്രയായി എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം. വി സ്പേറ്റ് ഇസ് ദസ്. ഓക്കെ, വി സ്പേറ്റ് ഇസ് ദസ്. ഓർഡർ വി ഫീൽ ഉവർ ഇസ് ദസ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് സമയം ചോദിക്കാം. സോ പറഞ്ഞ പോലെ തന്നെ ഫോർമലും ഉണ്ട്, ഇൻഫോർമലും ഉണ്ട്. കുറച്ച് കോമൺ വൊക്കാബുലറി നമുക്ക് നോക്കാം. ഉവർ, ഫോർ, nach, kurz, Viertel, halb, am Morgen, am Abend. സോ ഇത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് വൊക്കാബുലറിയാണ്. ഉവർ, ഫോർ, അതായത് ബിഫോർ, ടു. നമുക്ക് നെക്സ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. നഹ് എന്ന് പറയുന്നത് ആഫ്റ്റർ, ശേഷം, ആഫ്റ്റർ ഓർ പാസ്റ്റ്. കോഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട്ലി. ഇപ്പം ഒരു 8:55 അല്ലെങ്കിൽ 8:54, അപ്പം അത് കുറവ് സമയമല്ലേ. അതായത് ഇപ്പം 8:57 എന്ന് പറയുന്നു. അത് 9 മണിയിലേക്ക് എത്താൻ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫിയർട്ടൽ മീൻസ് ക്വാർട്ടർ, 15 മിനിറ്റ്സ്, 15 മിനിറ്റ്. പിന്നെ ഹൽബ് എന്ന് പറയുന്നത് ഹാഫ് ആൻ അവർ, അരമണിക്കൂർ, 30 മിനിറ്റ്. പിന്നെ ബാക്കി ഇൻ ദി മോർണിംഗ്, ഇൻ ദി ഈവനിങ്. സോ ഇൻഫോർമൽ നമുക്ക് 12 അവർ ഫോർമാറ്റാണ്, 12 മണിക്കൂർ ഫോർമാറ്റാണ്. സോ 8 മണി, 8 o'clock എന്ന് പറയുന്നത് 8 Uhr. നമുക്ക് എങ്ങനെ പറയാം. എസ് ഇസ് 8 Uhr. ഓക്കെ, സോ 8:05 എന്ന് പറയുന്നത് 5 nach 8. ഈ നഹ് എന്ന് പറയുന്നത് എന്താണ്. ആഫ്റ്റർ അല്ലെങ്കിൽ പാസ്റ്റ്, ശേഷം, കഴിഞ്ഞ് എന്നുള്ള മീനിങ്. സോ 5 nach 8 എന്ന് പറയാം. അതായത് 8 മണി കഴിഞ്ഞിട്ടാണല്ലോ ഈ 8:05 വരുന്നത്. അപ്പോൾ ആ കഴിയുക, ശേഷം എന്നുള്ള ആ ഒരു മീനിങ്ങിലാണ്. സോ 5 nach 8. ഓക്കെ, 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ്, ആ ഒരു രീതിയിൽ. ഇനി 8:10 എങ്ങനെ പറയാം. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. 10, 10-ന് 10, അത് നമുക്കറിയാമല്ലോ. അപ്പോൾ 10 nach 8. ഓക്കെ, 8:10, 8 മണി കഴിഞ്ഞ് ആണല്ലോ 8:10 വരുന്നത്. അപ്പോൾ ആ ഒരു മീനിങ്ങിൽ ആഫ്റ്റർ, ഇതിൻ്റെ മീനിങ്ങാണ് നമ്മൾ നേരത്തെ എഴുതിയത്, ആഫ്റ്റർ ഓർ പാസ്റ്റ്. nach ശേഷം, ഫോർ മുൻപ്. ഓക്കെ, സോ 10 nach 8. ഇനി 8:15, 8:15. ഓക്കെ, ഇപ്പം 8:15 എന്നുള്ളത് നമ്മളിവിടെ നോക്കി. ഫിയർട്ടൽ, ഇവിടെ മുകളിൽ ഫിയർട്ടൽ 15 മിനിറ്റ്സ്. സോ അതെങ്ങനെ പറയാം. ഫിയർട്ടൽ nach 8. ഓക്കെ, ഫിയർട്ടൽ nach 8. അതുപോലെ തന്നെ ഇനി അതേസമയം ഇപ്പോൾ 9:15 എങ്ങനെ പറയും. ഫിയർട്ടൽ nach 9. ഇനി 7:15 ഫിയർട്ടൽ nach 7. സോ അതങ്ങനെ പോവും. ഓക്കെ, 6:10 10 nach 6.
ഓക്കെ. ഇനി 8:55 ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? നമ്മൾ മലയാളത്തിൽ പറയില്ലേ 9:05 എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 5:49 5:49. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 4 എന്ന് പറയുന്നത് ബിഫോർ അല്ലെങ്കിൽ ടു എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ 9 ആകാൻ 5 മിനിറ്റ്. ഓക്കെ, സോ അതാണ് കൊടുത്തിരിക്കുന്നത് 5:49. ഇനി 8:50 10:49 അതായത് ഇപ്പോൾ 9 മണിയാകാൻ 10 മിനിറ്റ്. ഓക്കെ, സോ ഞാൻ ഈ ക്ലോക്ക് ജസ്റ്റ് വരച്ചേക്കുന്നത് നോക്കുക. ഇപ്പം ഇങ്ങോട്ട് വരുന്നതെല്ലാം പാസ്റ്റ്, നഹ് അല്ലേ, 9:15 10:15 7:15 അല്ലെങ്കിൽ 8:20 ഇങ്ങനെയുള്ള രീതിയിൽ ശേഷം എന്നുള്ള. അതേസമയം ഇങ്ങോട്ടാണെങ്കിലോ ഇപ്പം നമ്മൾ നോക്കി 4, ഇപ്പം 8:55 അതെന്താണ് 9 മണിയാകാൻ 5 മിനിറ്റ് അങ്ങനെയുള്ളത്. ഓക്കെ, ബിഫോർ. ഇനി 8:45 8:45 അത് ഫിയർട്ടൽ 4:9. മറ്റേ 8:15 നമ്മൾ എന്താ പഠിച്ചേ? 8:15 എന്ന് പറയുന്നത് ഫിയർട്ടൽ നഹ് 8 അല്ലേ, ഫിയർട്ടൽ നഹ് 8. ഇതാണെങ്കിൽ ഫിയർട്ടൽ 4:9. ഇനി 8:57 8:57 എന്ന് പറയുന്നത് 5:49 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ കൂഴ്സ് 4:9. അപ്പോൾ ഈ 5 അപ്പം നിങ്ങൾ നോക്കൂടെ 5 മിനിറ്റ് ഇല്ലല്ലോ, പക്ഷെ നമുക്ക് അങ്ങനെ പറയാം. അല്ലെങ്കിൽ കൂഴ്സ് 4:9 നമ്മൾ 9 മണി ആകാറായി എന്ന് നമ്മൾ പറയില്ലേ പെട്ടെന്ന്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ 8:57 സമയമെങ്കിൽ നമ്മളോട് ആരെങ്കിലും സമയം ചോദിക്കുകയാണ്. അപ്പം നമ്മൾ പറയും ഒന്നുകിൽ 8:57 ആയി എന്ന് പറയാം, അല്ലെങ്കിൽ 9 മണി ആകാറായി എന്ന് പറയും. സോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, കൂഴ്സ് 4:9. ഇനി 8:08 അതപ്പോൾ എന്തായിരിക്കും? കൂഴ്സ് നഹ് 8 അല്ലേ, കൂഴ്സ് നഹ് 8. ഇപ്പോൾ 8 മണി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ 8:08 എന്ന് പറയും. ഇതെല്ലാം ഇൻഫോർമലാണ്. ഇപ്പം നമ്മൾ മലയാളത്തിലായാലും ശരിക്കും നമ്മളൊന്ന് എടുത്ത് നോക്കിയാലില്ലേ, ഇപ്പം 8:15 അങ്ങനെ നമ്മൾ ഒന്ന് തരംതിരിച്ച് പറയാനാണെങ്കിൽ 8:15 എന്ന് വേണമെങ്കിൽ നമുക്കത് ഇൻഫോർമലാക്കി പറയാം. 8:15 അതൊരു ഫോർമൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള. ഇനി 8:30 അതെന്ന് പറയുന്നത് halb 9 അതായത് 9 ആകാൻ അരമണിക്കൂർ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 9:30 9:30 ആണെങ്കിൽ halb 10 എന്ന് നമുക്ക് പറയാം. അതേസമയം 11:30 ആണെങ്കിൽ halb 12 എന്ന് നമുക്ക് പറയാം, ഷോർട്ടാക്കി. ഓക്കെ, ഇനി 10:30. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 10:30 ആണെങ്കിലോ ഇപ്പം നമുക്ക് halb 11 11 ആകാൻ അരമണിക്കൂർ. 12:30 ആണെങ്കിലോ halb 1 അതിൻ്റെ കൂട്ടത്തിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ കൂട്ടി നമ്മൾ പറയുന്നത് halb 1. ഇനി 8:20 20 nach 8 20 nach ശേഷം എന്താണ് 8 8:20 20 nach 8 അല്ലെങ്കിൽ 10 vor halb 9 എന്ന് നമുക്ക് പറയാം. 10 എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ 8:30 ആണെങ്കിൽ എന്താണ് halb 9 എന്ന് നമുക്ക് പറയാം. പക്ഷേ ആ halb 9 ആകാൻ എന്തുണ്ട്, ഒരു 10 മിനിറ്റും കൂടി ഇല്ലേ, കാര്യം ഇവിടെ 8:20 ആണ്. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ആ halb ആവാൻ ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. അതാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് 10 vor halb 9 അങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, 4
നഹ് അല്ല കൊടുത്തിരിക്കുന്നത് 4. ഇനി 8:40 10 nach halb 9. 10 nach halb 9. അപ്പം ഇതാണെങ്കിലോ ഈ ഹൽബിൻ്റെ ആ ഒരു രീതിയിൽ പറയാനാണെങ്കിൽ ശേഷം എന്നാണ് കൊടുത്തിരിക്കുന്നത് 10 nach halb 9. അപ്പോൾ halb 9 എന്ന് പറയുന്നത് എന്താണ്? 8:30ക്കാണ് നമ്മൾ halb 9 എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഇത് 8:30 കഴിഞ്ഞ് 40 ഒരു 10 മിനിറ്റും കൂടെ ആയി. നഹ്. ഓക്കെ, സോ അതാണ് 10 nach halb 9. അല്ലെങ്കിൽ 20 vor 9. 9 മണിയാകാൻ 20 മിനിറ്റ്. 20 vor. ഓക്കെ. ഇനി 8:25 ആണെങ്കിലോ ഇതുപോലെ തന്നെ നമുക്ക് പറയാം. 8:25 ആണെങ്കിൽ 5 vor halb 9. ഇനി 8:35 ആണെങ്കിൽ 5 nach ശേഷം എന്താണ് halb 9. ഓക്കെ, അത് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് 3-4 പ്രാവശ്യം വായിച്ച് അത് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് തനിയെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് പറയാൻ പറ്റും. ഇനി 12 o'clock ആഫ്റ്റർനൂൺ മീൻസ് നൂൺ ഉച്ച സമയമാണെങ്കിൽ 12 Uhr മിറ്റാഗ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ വെറും മിറ്റാഗ് എന്ന് പറയാം. ഓക്കെ, ഇനി മിഡ് നൈറ്റ്. ഓക്കെ, മിഡ് നൈറ്റ് മീൻസ് മോർണിംഗ് ആകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു മിഡ് നൈറ്റ്. ആ സമയത്താണെങ്കിൽ 12 Uhr മിറ്റർനാchts എന്ന് പറയാം, അല്ലെങ്കിൽ വെറും മിറ്റർനാcht എന്ന് പറയാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻഫോർമൽ പറയുന്നത്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൂടുതൽ ഇവിടെ ഫോർമൽ ഉപയോഗിച്ചാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇനി 24 hour ഫോർമാറ്റ് എങ്ങനെ പറയുന്നത് നോക്കാം. 8 o'clock അതായത് 8 മണി. 8 Uhr 8:05 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. അത് പറയുന്നത് 8 Uhr 5. ഓക്കെ, ഇനി 8:10 ആണെങ്കിൽ 8 Uhr 10. നമ്മൾ ഇൻഫോർമലിൽ എന്താ പറഞ്ഞേ? 8 Uhr 10 എന്നാണോ പറഞ്ഞത്? അല്ല, 10 nach 8 Uhr. നോക്കൂ, 10 nach 8 എന്ന് നമ്മൾ കൊടുത്തേ. 8:05 എന്താ പറഞ്ഞേ? 5 nach 8. ഇവിടെ 8 Uhr 5. ഇവിടെ 8:10 8 Uhr 10. ഇനി 8:15 അത് 8 Uhr 15. ഇതാകുമ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഒരു 12 മണി വരെയൊക്കെ പറയാനായിട്ട്. 12 മണി കഴിഞ്ഞ് പറയുമ്പോഴാണ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുള്ളത്. ഇനി 8:55 ആണെങ്കിൽ എന്താണ്? 8 Uhr 55. 8:55. ഇനി അടുത്ത 8:20 8 Uhr 20. ഇനി 8:30 ആണെങ്കിലോ 8 Uhr 30. 8:45 ആണെങ്കിൽ 8 Uhr 45. ഇവിടം വരെ പറയാൻ നല്ല എളുപ്പമല്ലേ? ഇനി 12 o'clock നൂൺ ഉച്ച സമയമാണെങ്കിൽ 12 Uhr. പിന്നെ 24 hour 24 മണിക്കൂർ ആ ഒരു രീതിയിൽ പറയാനാണെങ്കിൽ 24 Uhr. ഇനി 0 Uhr അതായത് അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയമുണ്ടല്ലോ. സോ അതാണ് ഈ 0 Uhr എന്ന് നമ്മൾ പറയുന്നത്, സ്റ്റാർട്ട് ഓഫ് ദി നെക്സ്റ്റ് ഡേ. ഇനി 8:38 8:38 പറയാനാണെങ്കിൽ 8 Uhr 38. 8 Uhr 38. ഇപ്പം എനിക്കിതിൽ കുറച്ചും കൂടി പറയാൻ കംഫർട്ടബിൾ ഇൻഫോർമൽ ഒരു 12 മണി വരെ പറയാൻ ഓക്കെയാണ്. അതിനുശേഷം പറയുമ്പോഴത്തേക്കാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇപ്പം 2:15 4:20 ഇതൊക്കെ ആണെങ്കിൽ നമ്മളൊരു 2 മണിക്കൂറും കൂട്ടി എക്സ്ട്രാ ഞാനങ്ങനെ ഓക്കെ കേട്ടോ പെട്ടെന്ന് ഈ സമയം പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2:15 ആണെങ്കിൽ
ഫിയർസെയിൻ ഓവർ ഫിംസെയിൻ ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക. അതേസമയം ഇനി 4:20 PM 4:20 ആണെങ്കിൽ സെക്സെയിൻ ഓവർ സ്വാൻസിഷ്. ഇനി 8 മണിയാണെങ്കിൽ സ്വാൻസിഷുവർ ഇങ്ങനെയായിരിക്കും പറയുക. സോ ഇതാണ് ഫോർമൽ. സോ ഇത് നിങ്ങൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കുക. സോ ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.